ഓപ്പറേഷൻ സിന്ദൂർ അവസാനിപ്പിക്കാൻ വേണ്ടി പാകിസ്ഥാൻ അമേരിക്കയോട് 50 തവണ അഭ്യർത്ഥന നടത്തിയെന്ന് 50 തവണ വിളിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ശരിക്കും എത്രത്തോളം കാല് പിടിച്ചിട്ടായിരിക്കും ഈ സംഭവം അവസാനിപ്പിച്ച് കിട്ടിയത്? ശരിയാണ്, പാകിസ്ഥാൻ പിടിക്കാവുന്ന എല്ലാ കാര്യം പിടിക്കാൻ നോക്കി. അവർക്ക് പിടിക്കാവുന്ന ഏറ്റവും വലിയ കാര്യം കാണാൻ കഴുതക്കാരും പിടിക്കണമെന്നും കാര്യം കാണാൻ വേണമെങ്കിൽ കഴുതക്കാരും പിടിക്കും എന്നും രണ്ട് വിധത്തിൽ ചൊല്ലി പറയാറുണ്ട്. രണ്ടും കണക്കാണ്. 50-ലധികം തവണ ഇപ്പോൾ ലീക്ക് ചെയ്ത് കിട്ടി US നിന്ന് തന്നെ വെളി വന്നിരിക്കുന്ന രേഖകളാണ് ഇപ്പോഴത്തെ ഇന്നത്തെ ബ്രേക്കിംഗ് ആയിട്ട് വന്നിരിക്കുന്ന ഇത്. 50-ലധികം തവണ പാകിസ്ഥാൻ അമേരിക്കയുടെ കാര്യം അമേരിക്ക വിളിച്ചു. 50-ലധികം തവണ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞ 49 തവണയെങ്കിലും ഈ അമേരിക്ക ഇന്ത്യയും വിളിച്ചിട്ടുണ്ടാവും. കാരണം വലിയ കുഴപ്പമില്ലാത്ത ബന്ധമാണല്ലോ. പാകിസ്ഥാൻ്റെ ഒരു വിളി വരുമ്പോൾ തന്നെ പ്രശ്നമായി. ഒന്ന് വിളിച്ച് പറഞ്ഞേരെ എന്ന് പറഞ്ഞ് ആദ്യം താഴെ തട്ടിന്നതിന് സെക്രട്ടറിയോ, പിന്നെ കുറച്ചുകൂടെ കഴിയുമ്പം JD വാൻസോ, കുറച്ചുകൂടെ കഴിയുമ്പോൾ സാക്ഷാൽ ട്രംപ് മഹാശയനോ തന്നെ വിളിച്ചിട്ടുണ്ടാവും. ഒരു തവണയല്ല, പലതവണ. പക്ഷേ ഇത്തവണ മറുപടി കൊടുത്തേ അടങ്ങുള്ളൂ എന്നായിരുന്നു വ്യക്തമായിട്ട് മോഡി തീരുമാനിച്ചത്. ഇന്ത്യൻ ആർമിക്ക് ഒരു ഫ്രീ ഹാൻഡ് കൊടുത്ത് വിട്ടേക്കുകയായിരുന്നു. എന്ന് പറഞ്ഞാൽ അവർക്ക് കൃത്യമായ ചില ലക്ഷ്യങ്ങൾ, ഇത്ര മണിക്കൂറിൽ ഇത്ര ആക്രമണം, എത്ര ദിവസം കൊണ്ട് ഇത്ര എന്നുള്ളൊരു കണക്കിൽ വളരെ കൃത്യമായിട്ടൊരു മുന്നോട്ട് പോയത്. അത് ഓരോന്നും തന്നെ ഒന്നാം ദിവസം ആക്രമണത്തിൻ്റെ പ്രതികരണം കണ്ട ശേഷമാണ് രണ്ടാം ദിവസം അതിൻ്റെ ഡിഗ്രി വർദ്ധിപ്പിച്ചതെന്ന് മാത്രമേ ഉള്ളൂ. വെൽ പ്ലാൻഡ് ആയിട്ടാണ്. നമ്മൾ പഹൽഗാമിൽ അവർ നമ്മുടെ നേരെ അതിക്രമം കാണിച്ചതിന് ശേഷം, തുണി പൊക്കി നോക്കി മനുഷ്യൻ്റെ മതം മനസ്സിലാക്കി ഹിന്ദുക്കളെ വെടിവെച്ച് കൊന്ന സംഭവം ഉണ്ടായതിന് ശേഷം, നമ്മുടെ പെൺകുട്ടികളുടെ നെറ്റിയിലെ സിന്ദൂരം മാച്ച സംഭവത്തിന് ശേഷം ഇന്ത്യ തീരുമാനിച്ചത് ഇതിന് വ്യക്തമായൊരു മറുപടി പാകിസ്ഥാൻ ആജീവനാന്തം ഓർക്കുന്ന, ഒരിക്കലും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത, അവർക്കെന്നും ഇന്ത്യയുടെ എന്തെങ്കിലും അതിക്രമം കാണിച്ചാൽ തിരിച്ച് ഏറ്റവും ശക്തമായ അടി വരും എന്ന് ജീവിതകാലം മുഴുവൻ ഒരു കരുതലോടുകൂടി അവർ കാണേണ്ട ഒരു തിരിച്ചറി കൊടുക്കാം എന്ന് തന്നെയാണ് നിശ്ചയിച്ചത്. അതുകൊണ്ട് തന്നെ സംഭവിച്ചു. അതിശക്തമായൊരു മറുപടി ഇന്ത്യ കൊടുത്തു. ആ മറുപടി കൊടുക്കുന്നതിന് ഏതെങ്കിലും ഒരു ഫോൺ കോളിൻ്റെ പുറകിൽ പിന്മാറാൻ ഇന്ത്യ തയ്യാറല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരിക്കലും മറക്കാത്ത ഒരു മറുപടി, ഒരിക്കലും പാകിസ്ഥാൻ ഇങ്ങനത്തെ ഒരു ക്രൂരകൃത്യം ഇനി കാണിക്കാൻ പാടില്ല, അത്രയും ഒരു മുന്നറിയിപ്പാണ് ഇന്ത്യ കൊടുത്തത്. അത് വെറുതെ ഒന്നുമല്ല, വെൽ പ്ലാൻഡാണ്. എന്ന് പറഞ്ഞാൽ ഓരോ മണിക്കൂറും കാൽക്കുലേറ്റ് ചെയ്ത്, ഓരോ ദിവസവും കാൽക്കുലേറ്റ് ചെയ്ത്, അവന് എന്തൊക്കെ ശക്തി കേന്ദ്രങ്ങളുണ്ടോ അതെല്ലാം നശിപ്പിച്ചുകൊണ്ട് അവൻ്റെ പ്രതികരണം ഇങ്ങോട്ട് എന്താണാവോ അത് മനസ്സിലാക്കി അതിനുള്ള തിരിച്ചടി പോലെ കൃത്യമായിട്ട് കൊടുക്കാമെന്നുള്ള. അങ്ങനെ വന്ന് നൂർഖാൻ എയർബേസ് ആക്രമിക്കപ്പെട്ടു. പാകിസ്ഥാനെ സംബന്ധിച്ചൊരു വലിയൊരു അടിയാണ് നൂർഖാൻ എയർബേസ്. അതുപോലെ തന്നെ കിരാന ഹിൽസിലെ അവരുടെ ന്യൂക്ലിയർ താവളം ആക്രമിക്കപ്പെട്ടു. ഇല്ല എന്നൊക്കെ പല ആൾക്കാരും പറയുന്നുണ്ടാവുമെങ്കിലും പാകിസ്ഥാൻ വല്ലാണ്ട് ഭയപ്പെട്ടു പോയ, എന്തിന് അമേരിക്ക പോലും വല്ലാണ്ട് ഭയപ്പെട്ടു പോയത് ഈ രണ്ട് നടപടിയിലാണ്. പാകിസ്ഥാൻ എന്തു പറഞ്ഞുകൊണ്ടാണ് ഈ ലോകത്തിന് മുന്നിൽ ബാർഗെയിൻ ചെയ്തുകൊണ്ടിരുന്നത് എന്നോർക്കുന്നുണ്ടോ? ഞങ്ങൾ ന്യൂക്ലിയർ പവറാണ്, ഞങ്ങൾ ആണവ ശക്തിയാണ്, എന്തെങ്കിലും കുഴപ്പമുണ്ടായാൽ ഞങ്ങൾ രണ്ടാമത് പ്രയോഗിക്കുന്നുള്ള ഇതൊന്നുമില്ല. ഇന്ത്യ പറഞ്ഞിരിക്കുന്നു ഞങ്ങൾ ആദ്യം ഒരിക്കലും പ്രയോഗിക്കില്ല, ഞങ്ങൾക്ക് അങ്ങനെയൊന്നുമില്ല, ഞങ്ങളെടുത്തങ്ങ് അടിയും, ആദ്യത്തെ അടി ഞങ്ങളുടെ ആയിരിക്കും എന്നും പറഞ്ഞ് ഇതൊരു ഗുണ്ട സ്വഭാവമാണ്. അത് ഗുണ്ടകളുടെ സ്വഭാവമാണ്. ഇങ്ങനെ ഒച്ചയെടുക്കുക, തെറി വിളിക്കുക, ഞാൻ ഇപ്പോൾ തല്ലെന്ന് പറയുക, തുണി നോക്കി കാണിക്കുക, ഇതൊക്കെയാണ് അവൻ്റെ രീതികൾ. ഇതൊക്കെയാണ് പാകിസ്ഥാൻ കാണിച്ചുകൊണ്ടത്. അപ്പോൾ ഇന്ത്യ ഞങ്ങളെ തൊട്ടാൽ, പലപ്പോഴും അവനെ തൊടുന്നത് അവൻ്റെ ഊരിപ്ലവമായിട്ടാണ്. തീവ്രവാദികളെ ഇന്ത്യ വെടിവെച്ച് കൊല്ലുന്നു. ഒരിക്കൽ അപ്പുറത്തേക്ക് കടക്കേണ്ടി വന്നപ്പോൾ പോലും അവൻ പറഞ്ഞത് പൈന്മരക്കാടുകൾ 4 കാക്ക മാത്രമേ ചത്തുള്ളൂ എന്നൊക്കെയായിരുന്നു അവരുടെ വാദങ്ങൾ. അങ്ങനെ അതായത് തീവ്രവാദി എത്താവിന് പ്രശ്നമില്ലല്ലോ, അത്രയും അവന് ഉദ്ദേശിച്ചുള്ളൂ. പക്ഷേ പാകിസ്ഥാൻ്റെ ഹൃദയത്തിലേക്ക് ആഘാതം ചെന്നപ്പോൾ പാകിസ്ഥാൻ വിറച്ചുപോയി. അത് വല്ലാത്ത ശക്തമായ അടിയായിരുന്നു. ആദ്യം അവൻ്റെ തീവ്രവാദികളുടെ കേന്ദ്രം പാകിസ്ഥാൻ്റെ ഉള്ളിൽ. പാകിസ്ഥാൻ എന്ന് വെച്ചാൽ എന്താണ്? പാകിസ്ഥാൻ എന്ന് വെച്ചാൽ ദ റവന്യൂ നേഷൻ ഓഫ് പാകിസ്ഥാൻ എന്ന് വേണം പറയാം. കൃത്യമായ അതിരുകൾ നിശ്ചയിച്ച, അവൻ്റെ പരമാധികാരമുള്ള, അവൻ്റെ രാജ്യമാണെന്ന് എഴുതി വച്ചിരിക്കുന്ന സ്ഥലം. പാക് അധീന കാശ്മീരിൻ്റെ കാര്യമല്ല ഈ പറയുന്നത്. അതൊരു ഡിസ്പ്യൂട്ടഡ് ഏരിയയാണ്, യഥാർത്ഥ ഇന്ത്യയുടെയാണ്. പാകിസ്ഥാൻ നിയമവിരുദ്ധമായിട്ട് കൈവച്ചിരിക്കുന്നൊരു സ്ഥലമാണ്. അവൻ നിയമപരമായിട്ട്, അവൻ പണ്ട് വിഭജനകാലത്ത് ഒപ്പിട്ട കരാറിൻ്റെയും ഐക്യരാഷ്ട്രസഭയുടെ മുന്നിലും ഏതാണോ പാകിസ്ഥാൻ എന്ന് കാണിക്കുന്ന പാകിസ്ഥാൻ്റെ അകത്ത് ഇന്ത്യ ആക്രമണം നടത്തി. ആ ആക്രമണത്തിൽ ആദ്യം തീവ്രവാദികളുടെ ഒരു കേന്ദ്രം നശിപ്പിച്ചു. അപ്പോൾ തിരിച്ചടിക്കാൻ നോക്കി. അപ്പോൾ വീണ്ടും അടിച്ചു. അടി മുന്നോട്ട് പോയപ്പോൾ അവൻ വിമാനങ്ങൾ പറത്തി വരാൻ തുടങ്ങി. അപ്പോൾ അവൻ്റെ എയർപോർട്ടുകൾ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അവൻ്റെ ഓരോ കേന്ദ്രങ്ങളിലായിട്ട് ആഘാതം വന്ന് ഏറ്റവും അവസാനം അവരുടെ ഏറ്റവും വലിയ കൺട്രോൾ സെൻ്ററുണ്ട്, കമാൻഡ് സെൻറ്റർ, അത് നൂർഖാനിലായിരുന്നു. ഈ നൂർഖാനിലെ കമാൻഡ് സെൻറ്റർ തകർന്നു.
അതോടുകൂടി പാകിസ്ഥാൻ്റെ വിമാനങ്ങൾ ആകാശത്ത് ഗതി കിട്ടാതെ പറക്കാൻ തുടങ്ങി. കമാൻഡ് നഷ്ടപ്പെട്ടു. എവിടുന്നാണ് വരേണ്ടത്, എങ്ങോട്ടാണ് പോകേണ്ടത് ഒന്നും അവർക്ക് അറിയാൻ വയ്യാത്ത സ്ഥിതിയായി. അതോടുകൂടി പാകിസ്ഥാൻ്റെ എല്ലാ പ്രതിരോധവും താളം തെറ്റി, തകർന്നു. ഇതിനപ്പുറം ഈ നൂർഖാൻ എയർബേസിൽ വിദേശികളുണ്ടായിരുന്ന പറയാണ് സാധ്യതയുണ്ട്. അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും സൈനിക പ്രതിനിധികൾ ഉണ്ടായിരുന്നിരിക്കാൻ സാധ്യതയുണ്ട്. അതെന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അവർ ഇന്ത്യക്ക് കയറി യുദ്ധം നടത്തുമായിരുന്നില്ല. പകരം ഉക്രൈനിൽ ആക്രമണം നടന്ന റഷ്യക്കെതിരെയുള്ള നീക്കങ്ങൾ അവർ സംയോജിപ്പിക്കുകയായിരുന്നു. അതൊരു കമാൻഡ് സെൻറ്റർ ആയിരുന്നിരിക്കണം. അങ്ങനെയാണ് കാര്യമെങ്കിൽ അവിടെ പടമായവരിൽ അവരും ഉണ്ടാവും. ഇതും പാകിസ്ഥാനെ ഭയപ്പെടുത്തി. പാകിസ്ഥാൻ്റെ ഉൾപ്രദേശങ്ങളിൽ പോലുള്ള വ്യോമകേന്ദ്രങ്ങളിൽ ആക്രമണം എല്ലാം കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ ന്യൂക്ലിയർ അടിക്കും, ഒരു തീരുമാനമൊക്കെ എടുത്തു, ഒന്ന് അടിച്ചേക്കാം എന്നൊക്കെ. അതിനടിക്കാനുള്ള ശേഷി അവർക്കുണ്ടോ എന്നറിയാൻ മേല. പക്ഷേ അപ്പോഴത്തേക്കും കിരാന ഹിൽസിലെ അവരുടെ ന്യൂക്ലിയർ കേന്ദ്രങ്ങൾ തന്നെ തകർക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയർ ലാബുകൾക്ക് ചിലപ്പോൾ ഒന്നും പറ്റിയിട്ടുണ്ടാവില്ല. പക്ഷേ പാകിസ്ഥാൻ ശ്രമിച്ചാലും ഇനി വർഷങ്ങളോളം ആ കേന്ദ്രങ്ങൾക്കുള്ളിലേക്ക് പോകാൻ പറ്റാത്ത വിധത്തിൽ അതിൻ്റെ കവാടങ്ങളിൽ മലയിടിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ എളുപ്പമല്ല. കൃത്യമായിട്ട് ആ കവാടങ്ങളിലേക്ക് തന്നെ മിസൈൽ ചെന്ന് കയറി എന്നുള്ളതാണ്. ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ പാകിസ്ഥാൻ 50 അല്ല 500 തവണയെങ്കിലും അമേരിക്കയെ വിളിക്കും. അമേരിക്കയാണല്ലോ അവരുടെ രക്ഷകർ. ഈ ഓപ്പറേഷൻ സിന്ദൂർ കുറച്ച് കാര്യങ്ങൾ വെളിപ്പെടുത്തി. ചൈനയായിട്ട് നല്ല ബന്ധത്തിൽ പോകുമ്പോഴും യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ ചൈനയ്ക്കെതിരെ നിൽക്കുന്ന അമേരിക്കയുടെ പക്ഷത്താണെന്നും ചൈനയെ അവർ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ചൈനയ്ക്കും പിടികിട്ടി, ലോകത്തിനും പിടികിട്ടി. അതൊരു വലിയ മാറ്റമാണ്. കാരണം ചൈനയുടെ മനോഭാവം ഇന്ത്യയോടുള്ള മനോഭാവം അതോടുകൂടി മാറി. ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഇനി ഉണ്ടെങ്കിലും പെട്ടെന്ന് ഒരു ഇന്ത്യ അനുകൂല മനോഭാവം ചൈനയ്ക്ക് ഡെവലപ്പ് ചെയ്യാനത് കാരണമായി. അതുകൊണ്ടാണ് നമ്മൾ 4ാമത്തെ ലോകത്തെ സമ്പദ് വ്യവസ്ഥയായി എന്ന് പറഞ്ഞപ്പോൾ ചൈനയുടെ പ്രതിനിധി അതിനെ പ്രൈസ് ചെയ്ത് പുകഴ്ത്തിക്കൊണ്ട് എക്സിൽ ട്വീറ്റ് ചെയ്തത്. അത് ചൈന ഗവൺമെൻറ്റിൻ്റെ ഔദ്യോഗിക അംഗീകാരം ഇല്ലാണ്ട് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. ആദ്യമായിട്ടാണ് ചൈനയുടെ ഭാഗത്ത് അങ്ങനെ പ്രവൃത്തി വരണം. അതൊരു സിന്ദൂരാനന്തര പരിണാമം തന്നെയാണ്. കാരണം ഓപ്പറേഷൻ സിന്ദൂരിൽ പാകിസ്ഥാൻ്റെ തട്ടിപ്പവർക്ക് പിടികിട്ടി. പിന്നെ ചൈനയുടെ കയ്യിൽ നിന്ന് മേടിച്ച ആയുധങ്ങളൊക്കെ അവൻ ഒന്ന് പരിശ്രമിച്ച് നോക്കി ഇന്ത്യക്ക് രൂപീകരിക്കാനായിട്ട്, വിജയിച്ചില്ല. ചൈനീസ് ആയുധങ്ങൾ കുറേ എണ്ണം തട്ടിപ്പാണ്, കുറേ എണ്ണം നല്ലതാണ്. രണ്ടും ഇന്ത്യക്കെതിരെ വിജയിച്ചില്ല. കാരണം രണ്ടവസ്ഥയിൽ ഇന്ത്യക്ക് അതിനേക്കാൾ മേൽക്കോയ്മയും മികവും ഉണ്ടായിരുന്നു എന്നുള്ളതുകൊണ്ടാണ്. അതോടുകൂടി എന്തായാലും അവസാനം പോയി ഇവനെ ആശ്രയിക്കാൻ അമേരിക്ക മാത്രമേ ഉള്ളൂ. വിളിയോട് വിളിച്ചു. അതുകൊണ്ടാണ് ഇന്ന് വാർത്ത വന്നിരിക്കുന്നത്. 50ലധികം തവണ അവരെ വിളിച്ചിരിക്കുന്നു. എന്നിട്ട് വല്ല കാര്യം ഉണ്ടായോ? അവസാനം 2 രാജ്യങ്ങളുടെയും അമേരിക്ക വരെ മടുത്ത് പറഞ്ഞു. ഇന്ത്യ അമേരിക്ക ഒരു മറുപടി കൃത്യമായിട്ട് കൊടുത്തു. 2 രാജ്യത്തെയും സൈനികരുടെ പ്രതിനിധികൾ തമ്മിൽ, സൈനിക മേധാവിൽ നിന്ന് സംസാരിക്കട്ടെ. യുദ്ധമായ പിന്നെ യുദ്ധം സൈന്യം തമ്മിലില്ലേ, അപ്പോൾ അവർ തീരുമാനിക്കും. അല്ലാതെ മൂന്നാമനൊന്നും വിളിക്കണ്ട എന്നുള്ള നിലപാടെടുത്ത് അങ്ങനെ സൈനിക മേധാവികൾക്കിടയിൽ സംഭാഷണം ഉണ്ടായി. ഞങ്ങൾ കീഴടങ്ങുകയാണ്, ഞങ്ങൾ ഒന്നിനുമില്ലേ എന്ന് കരഞ്ഞു പറഞ്ഞപ്പോൾ ഇവിടെ സൈനിക മേധാവി സംഭവിച്ചു, എന്നാൽ യുദ്ധം നിർത്താം. ഇങ്ങനെയാണ് യുദ്ധം നിന്നത്. അത് ഒരു ദിവസം കൂടി ആ യുദ്ധം മുന്നോട്ട് പോയിരുന്നുവെങ്കിൽ ഇന്ന് പാകിസ്ഥാൻ എന്ന് പറഞ്ഞ് കാണുന്ന ഒന്നും ബാക്കി ഉണ്ടാവില്ലായിരുന്നു. കാരണം അവൻ്റെ തുറമുഖങ്ങൾ തകർക്കപ്പെട്ടേനെ, അവൻ്റെ എണ്ണശാലകൾ തകർക്കപ്പെട്ടേനെ, അവൻ്റെ എല്ലാ ഊർജ്ജ കേന്ദ്രങ്ങളും, ട്രാൻസ്ഫോമറുകളും വൈദ്യുതോൽപാദന കേന്ദ്രങ്ങളും അടക്കം എല്ലാം തകർന്നു പോയനെ, മുഴുവനായിട്ട് ഇന്ത്യ തകർത്തേനെ. പാകിസ്ഥാൻ ഇരുണ്ടിലാണ്ടേനെ, ഒരു 2 നൂറ്റാണ്ട് പുറകോട്ട് പോയനെ ഒറ്റയടിക്ക്. ആ അവസ്ഥ എത്തിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. അത് ഇന്ത്യയുടെ ദയവും കരുണയാണെന്ന് മാത്രം വെച്ചാൽ മതി, വേറൊന്നുമല്ല. ആകെ പറ്റിയതൊരു ടൈമിംഗ് വിഷയം മാത്രമാണ്. ഇന്ത്യ നിർത്തും എന്ന് തീരുമാനമെടുത്തത് അറിഞ്ഞപ്പോൾ ട്രംപ് ഉടനെ ട്വീറ്റ് ചെയ്തു, ഞാൻ ഇടപെട്ടു, അവിടെ യുദ്ധം നിർത്തി. ഇത് ഇന്നേവരെ ഇന്ത്യ അംഗീകരിച്ചിട്ടില്ല, അംഗീകരിക്കാൻ ഇന്ത്യക്ക് പറ്റുമില്ല. കാരണം അതല്ല യാഥാർത്ഥ്യം, ഒരിക്കലുമല്ല. ട്രംപ് പലതവണ ഇന്ത്യയെ ഒന്ന് കുഴിയിലാക്കാൻ നോക്കിയിട്ടുണ്ട്. പാകിസ്ഥാനുമായിട്ട് എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ അത് ഞാനാണ് പറഞ്ഞു തീർത്തത്, ഞാനിവിടെ സമാധാനം ഉണ്ടാക്കി, ഞാൻ അത് ചെയ്തു ഇത് ചെയ്തു എന്ന് പറഞ്ഞ് ക്രെഡിറ്റ് അടിച്ചെടുക്കാനുള്ള ഒരു തന്ത്രം അദ്ദേഹത്തിൻ്റെ പലപ്പോഴും ഭാഗത്തുനിന്നുണ്ട്. ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാൻ വേണ്ടിയിട്ട് ആ മുനീറിനെ വിളിച്ചിരുത്തി അയാളുടെ അടുത്തേക്ക് മോഡിയെ വിളിക്കുക എന്ന് പറഞ്ഞാൽ സാമാന്യഗതിയിൽ വെളിവുള്ള ഒരു രാഷ്ട്ര നേതാവ് ചെയ്യത്തില്ല. കാരണം മോഡി നിൽക്കുന്ന തലം വേറെ, മുനീർ നിൽക്കുന്ന തലം വേറെ. പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രിയോ പ്രസിഡൻറ്റോ വന്നിരിക്കുന്നിടത്താണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി വിളിക്കുന്നതെങ്കിൽ അതിന് മാന്യതയുണ്ട്. അതിന് പകരം ആ തലത്തിലൊന്നും ഈക്വലെന്ന് പരിഗണിക്കാൻ വയ്യാത്ത, ഇന്ത്യ യാതൊരു വിലയും കൊടുക്കാത്ത ഒരു മൂന്നാംകിട പട്ടാളക്കാരിൽ തന്നെ നമ്മൾ മാന്യതയുള്ളവരുണ്ടാവും, അല്ലാത്തവരുണ്ടാവും. പാകിസ്ഥാൻ പട്ടാളത്തിൽ പോലും മാന്യതയുള്ളവരുണ്ടാവും. ഇത് അതുപോലും ഇല്ലാത്തവരുത്തൻ സ്വയം ഫീൽഡ് മാർഷൽ പദവി തലയെ വെച്ചിട്ട് ലോകം മുഴുവൻ ഫെയിൽഡ് മാർഷൽ എന്നറിയപ്പെടുന്ന ഒരു ഫെയിൽഡ് സ്റ്റേറ്റിൻ്റെ സൈനിക തലവൻ ഇങ്ങനെ ഒരു മഹാൻ്റെ അടുത്തേക്കാണ് വിളിക്കുന്നത്. ഇവിടെ ഒന്ന് ചായ കുടിച്ചിട്ട് പോവാം. മോഡിക്ക് ബുദ്ധിയുണ്ട്. ഇതൊക്കെ കാട്ടിക്കൂട്ടുമ്പം എന്താണ് ഇതിൻ്റെ പരിണതഫലം എന്നറിയാം. യുദ്ധം നിർത്തിയപ്പോഴത്തെ പുള്ളിയുടെ ഒരു ട്വീറ്റ് കൊണ്ട് തന്നെ ഇന്ത്യ പഠിച്ചതാണ്.
ഇയാളിങ്ങനെയൊക്കെ കാണിക്കാൻ പോകണം. അതുകൊണ്ട് എവിടെയൊക്കെ ട്രംപ് സംഭാഷണത്തിനും സന്ധ്യസംഭാഷണത്തിനും മീറ്റിങ്ങിനും വിളിച്ചോ അവിടെ നിന്ന് ഇന്ത്യ പോയില്ല. നമുക്ക് വേറെ പണിയുണ്ട്. ഇയാളുടെ തട്ടിപ്പിന് പോയി ഇരിക്കലല്ല ഇന്ത്യയുടെ ജോലി. അയാൾ വലുതും കാണിക്കും, പാകിസ്ഥാന് വേണ്ടി ഇനി അയാൾ ഓരോന്ന് കാണിക്കും. കാരണം എന്തുകൊണ്ട് പാകിസ്ഥാൻ പോലൊരു ചെറിയ രാജ്യം, അവർ കൺസിഡർ പോലും ചെയ്യാത്തൊരു രാജ്യത്തിന് വേണ്ടി ട്രംപ് ഇത് കാണിക്കുന്നു? അത് ട്രംപിൻ്റെ സ്വന്തം ബിസിനസ് താല്പര്യങ്ങളുണ്ട്. അയാൾ സ്വന്തം ബിസിനസ് താല്പര്യം, ഒരു ക്രിപ്റ്റോ ബിസിനസ് താല്പര്യത്തിന് വേണ്ടിയിട്ട് അയാളുടെ തന്നെ രാജ്യത്തിൻ്റെ വില കളഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെയാണ് ഈ പാകിസ്ഥാനായിട്ട് കൂട്ടുകൂടുന്നത്. വേറെ വല്ല പ്രസിഡന്റുമാരും ആണെങ്കിൽ കുറച്ചുകൂടെ മാന്യതയോടുകൂടി പെരുമാറിയത്. ഇതെന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും വലിയൊരു അഴിമതിയാണ് നമ്മൾ കാണുന്നത്. നമ്മൾ നോർമലി വിചാരിക്കും അമേരിക്കയിലൊന്നും അഴിമതിയില്ല. ഒരിക്കലില്ല, അഴിമതിയുണ്ട്, കൈക്കൂലി കൊടുക്കലുണ്ട്, എല്ലാം ഉണ്ട്. അവരതിന് മാന്യമായ പേരുകളിലും ലോബിയിങ് എന്നൊക്കെ പറഞ്ഞ് പേരിട്ടാണ്. ലോബിയിങ് നടത്താൻ, ലോബിയിങ് നിയമവിധേയമാണ്. നിങ്ങൾ അഴിമതി കാണിക്കുന്ന നിയമവിധേയമല്ല, ബട്ട് യു ഡു ലോബിയിങ്. ഈ ലോബിയിങ്ങിനകത്ത് എല്ലാം ഉണ്ടാവുന്നത്, ഇല്ലാത്ത തട്ടിപ്പൊന്നുമില്ല. പലപ്പോൾ പണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്, ബിൽ ക്ലിൻ്റൺ ഫൗണ്ടേഷന് സൗദി രാജാവിൻ്റെ അവിടെ നിന്ന് കണ്ട് $10 ലക്ഷം സംഭാവന കിട്ടിയത്. ഈ അമേരിക്കയും സൗദിയും തമ്മിലുള്ള ബന്ധം വളരെ പണ്ട് തുടങ്ങിയതാണ്. 1960-കളിൽ അന്നത്തെ അമേരിക്കൻ പ്രസിഡൻറ്റും സൗദി രാജാവും തമ്മിലുള്ള ഒപ്പിട്ട ഒരു കരാറിൻ്റെ പുറത്താണ് ഈ പെട്രോ ഡോളർ ബിസിനസ് അങ്ങ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് അമേരിക്കൻ പ്രസിഡൻറ്റുമാർക്ക് എപ്പോഴൊക്കെ സൗദിക്ക് ആവശ്യമുള്ള തരത്തിലുള്ള നയരൂപീകരണമോ പുതിയ നീക്കമോ ഒക്കെ വേണ്ടി വരുന്ന സമയത്ത് അവിടെ സഹായങ്ങളുണ്ടാവും. അപ്പം ബിൽ ക്ലിൻ്റണും പൈസ കിട്ടിയിട്ടുണ്ടാവും കൈക്കൂലിയായിട്ട്. അതിനുവേണ്ടി ഒരു NGO ഉണ്ടാക്കിയിടും, മറ്റൊരു പേരിട്ട് വയ്ക്കും, ഫൗണ്ടേഷൻ. ഇതിനകത്തേക്ക് സംഭാവന. എത്ര നിയമവിധേയമാണ്. അവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ സംഭാവന പൈസ പുള്ളി അങ്ങനെ ഉപയോഗിക്കും എന്നുള്ളത് പിന്നെ നമ്മൾ നോക്കിയിരുന്നാൽ മതി. അവർ ലോകം മുഴുവൻ വല്ല ചാരിറ്റിയും ചെയ്യുന്നുണ്ടോ? ഒന്നും ഉണ്ടാവില്ല. പക്ഷേ കിട്ടാനുള്ള പൈസ നേരിട്ട് കയ്യിലോട്ട് മേടിച്ചാൽ അതിൻ്റെ പേര് കൈക്കൂലി. പകരം ഇപ്പുറത്ത് NGOയുടെ പേര് വാങ്ങുന്നു, അപ്പോൾ പരിശുദ്ധം. ഇങ്ങനെയാണ് ഇവരുടെ പരിപാടികൾ. അപ്പോൾ അതുപോലെ തന്നെ അഴിമതി എന്നല്ല, അതിന് പകരം സ്വാധീനിക്കുക എന്നല്ല, ലോബിയിങ് എന്നാണ് പറയുന്നത്. ഇത്തരം പരിപാടികളിൽ കൂടിയൊക്കെ മുന്നോട്ട് പോകുന്നൊരു സംസ്കാരമാണ് അമേരിക്കയിലുള്ളത്. ആ സംസ്കാരം അതിൻ്റെ ഏറ്റവും മോശമായ തലത്തിൽ എത്തിയിരിക്കുന്നത് ഈ ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡൻ്റായപ്പോഴാണ്. അയാൾ സ്വയം ഒരു ബിസിനസ്സുകാരനാണ്. അയാളിപ്പോൾ നോക്കുന്നത് എന്തായാലും വയസ്സായി, ഇപ്പോൾ 90 വയസ്സാവാറായി, ഇനി അധികം കാലം ഇല്ല, മക്കൾ വളർന്നു വരും, എന്തായാലും അനന്തരവർക്കും വല്ലതും നീക്കി വയ്ക്കണ്ടേ, എന്നാൽ പിന്നെ ഇരിക്കട്ടെ, ഇവിടുത്തെ മുതലെടുത്ത് അങ്ങോട്ട് കൊടുക്കുക. ഇത്തരമൊരു വെറും അഴിമതി ചിന്താഗതിയാണ് ഇപ്പോൾ ആ മനുഷ്യൻ മുന്നോട്ട് നയിക്കുന്നത്. അയാൾ ഓരോ നിമിഷം ഓരോ സ്റ്റെപ്പിലും എടുക്കുന്ന ഓരോ നയവും സ്വന്തം ഫാമിലി ബിസിനസ്സും കൂടെ വേണ്ടിയിട്ടാണ്. ആ കൂട്ടത്തിൽ ഈ പണ്ടൊക്കെ ഒരു അഴിമതി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എങ്ങനെ വിചാരിക്കുന്നത് വെച്ചാൽ, ഇപ്പോൾ വാഴയ്ക്ക് വെള്ളം ഒഴിക്കുമ്പോൾ തടത്ത് നിൽക്കുന്ന ചീരയും നയ്യല്ലോ. ഇതിപ്പോൾ വാഴ ട്രംപാണ്, അമേരിക്ക ചീരയായിട്ട് മാറി. ഇതാണ് അവസ്ഥ. ഇങ്ങനത്തെ ഒരു ദുരിതത്തിലേക്ക് അമേരിക്ക എത്തിച്ചു വെച്ചിരിക്കുന്നത് ഡൊണാൾഡ് ട്രംപ് എന്ന പേരുള്ള അപകടകാരിയായ ബിസിനസ്സുകാരനായ രാഷ്ട്രീയക്കാരൻ. ഇതിൽ നിന്ന് അമേരിക്കയിൽ മോചനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ശരി, ട്രംപ് ഇറങ്ങും മോചനം കിട്ടുമായിരിക്കും. പക്ഷേ ഈ സംസ്കാരമാണ് ഇനി അമേരിക്ക അങ്ങോട്ടും പിന്തുടരാൻ പോകുന്നതെങ്കിൽ ഒരു മോചനം ഉണ്ടാവില്ല.